ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ കേരളോൽപ്പത്തി ഐതിഹ്യത്തിലും കോഴിക്കോടിനെ സത്യസന്ധതയുടെ നഗരമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് MGSൻ്റെ ഒക്കെ പുസ്തകത്തിന് തന്നെ പേര് അങ്ങനെ വന്നത്. കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സത്യസന്ധതയുടെ നഗരം. ഇത് ഇപ്പോഴല്ല, ഇത് മധ്യകാലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ്. കോഴിക്കോടിനെ ഒരു സത്യസന്ധതയുടെ നഗരമായിട്ട് ഉയർത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ദേശത്തിന്റെ കഥ. മധ്യകാല കോഴിക്കോട് എന്ന കച്ചവട നഗരം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എഴുത്തുകാരനും കോഴിക്കോട് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ VV ഹരിദാസ്. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചരിത്ര സെമിനാറിൽ സംസാരിച്ചതിന്റെ ശബ്ദലേഖനം. കേരളോൽപ്പത്തി ഗ്രന്ഥവരിയിലും ഇതേപോലെ, അല്ലെങ്കിൽ കേരളോൽപ്പത്തി ഐതിഹ്യത്തിലും ഇതേപോലെ കോഴിക്കോടിനെ ഒരു സത്യത്തിൻ്റെ ഒരു നഗരമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ധാരാളം കഥകളുണ്ട്. അതിലൊന്ന്, ഞാനിവിടെ വ്യാപാര ചരിത്രം പറയുന്നതുകൊണ്ട് വ്യാപാരിയെക്കുറിച്ചുള്ള ഒരു കഥ പറയാം. അത് മക്കയുമായിട്ട് വ്യാപാരത്തിലേർപ്പെട്ട, അല്ലെങ്കിൽ അറേബ്യയായിട്ട് വ്യാപാരത്തിലേർപ്പെട്ടിട്ടുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ചെട്ടിയെക്കുറിച്ചുള്ള കഥയാണ്. അംബരേശൻ എന്നാണ് ആ ചെട്ടിയുടെ പേരായിട്ട് കേരളോൽപ്പത്തിയിൽ പറയുന്നത്. ആ കഥ വളരെ ചുരുക്കി പറയാം. ധാരാളം സ്വർണം കയറ്റുകയാൽ ചെട്ടിയുടെ കപ്പൽ കോഴിക്കോടിനടുത്തുള്ള കടലിൽ മുങ്ങുമെന്നായപ്പോൾ കോഴിക്കോട്ടെ തുറമുഖത്ത് കപ്പലടുപ്പിച്ച് ചെട്ടി സാമൂതിരിക്ക് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് സ്വർണം കോവിലകത്ത് സൂക്ഷിക്കാനുള്ള അനുമതി നേടി. കുറേ കാലം കഴിഞ്ഞ് ചെട്ടി കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തി. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം മുഴുവൻ സാമൂതിരി ചെട്ടിക്ക് തിരിച്ചു നൽകി. സന്തുഷ്ടനായ ചെട്ടി ആ സ്വർണം രണ്ടായി വീതിച്ച് ഒരു പകുതി സാമൂതിരിക്ക് കൊടുത്തു. പക്ഷേ സാമൂതിരി ആ സ്വർണം വാങ്ങിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ദ്രവ്യം നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളുക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് നിരസിക്കുകയാണ് ചെയ്തത്. സാമൂതിരിയുടെ സത്യസന്ധതയിൽ മതിപ്പ് തോന്നിയ ചെട്ടി കോഴിക്കോട് സ്ഥിര താമസമാക്കി. തുടർന്ന് ചെട്ടി സാമൂതിരിയിൽ നിന്ന് കോഴിക്കോട്ട് വ്യാപാരം നടത്താനുള്ള അനുമതി വാങ്ങി അവിടെ ഒരു അങ്ങാടി നിർമ്മിച്ചു. അങ്ങനെ കോഴിക്കോട് സമ്പന്നമായൊരു നഗരമായി തീർന്നു. ഈ ഇദ്ദേഹം കെട്ടിയ അങ്ങാടിയുടെ പേര്, അല്ലെങ്കിൽ കെട്ടിൻ്റെ പേരാണ് അംബരേശൻ കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ കഥ നീണ്ടു പോകുന്നുണ്ട്. ഇതാണ് ഒരു കഥ. വളരെ സത്യസന്ധമായ രീതിയിൽ വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. മറ്റൊരു കഥ കേരളോൽപ്പത്തിൽ തന്നെയുള്ള ഒരു കഥയാണ്. അതിൽ മുഖ്യ കഥാപാത്രം ഒരു അറബി കച്ചവടക്കാരനാണ്. അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. മസ്കറ്റ് ആവും എന്ന് MGS ഒക്കെ പറയുന്ന ഈ മസ്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. ഒരു അറബിയെക്കുറിച്ചുള്ള കഥയാണ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് അദ്ദേഹം വരാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് മൂത്ത സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, പിതാവ് പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, നീ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ, കാരണം ഇളയ സഹോദരൻ നിന്നെ വധിക്കും, നിന്നെ വധിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ, നിനക്ക് ഞാൻ എൻ്റെ സ്വത്തിൽ പാതി തരാം, അതുകൊണ്ട് നീ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളൂ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അങ്ങനെ മിസ്കേത്തുകാരനായിട്ടുള്ള ഒരു അറബിക്ക് പിതൃസ്വത്തായി കപ്പൽ നിറയെ സ്വർണം ലഭിച്ചു. സത്യസന്ധനായ ഒരു രാജാവിൻ്റെ നാട്ടിൽ സ്ഥിര താമസമാക്കണം എന്ന് ഉറപ്പിച്ചിട്ട് അയാൾ പല രാജ്യങ്ങളും സന്ദർശിച്ചു. സഞ്ചരിച്ച നാടുകളിലൊക്കെ അയാൾ ഭരണാധികാരിക്ക് ഒരു ഭരണിയിൽ സ്വർണം നിറച്ച് അതിന്മേൽ അച്ചാർ പുരട്ടിയിട്ട് ഇത് അച്ചാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാർ സമ്മാനിച്ചു. പക്ഷേ ഭരണിയിൽ അച്ചാറല്ല, സ്വർണമാണ് എന്ന സത്യം പറഞ്ഞിട്ടത് ആരും അയാൾക്ക് തിരിച്ചു നൽകിയില്ല, മടക്കി നൽകിയില്ല. ഇതേ രീതിയിൽ അയാൾ കോഴിക്കോട്ടെ പൂന്തുറക്കോനും സമ്മാനമായി ഭരണി നൽകി. എന്നാൽ ഭരണിയിൽ അച്ചാറല്ല, സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൂന്തുറക്കോൻ ആ വിവരം പറഞ്ഞ് ഭരണി മടക്കി നൽകി. പൂന്തുറക്കോൻ്റെ സത്യസന്ധതയിൽ മതിപ്പ് വന്ന ഈ അറബി കോഴിക്കോട്ട് താമസമാക്കി. അങ്ങനെയാണ് ഷാബന്തർ കോയ അഥവാ കോഴിക്കോട്ട് കോയ വന്നത് എന്നാണ് ഈ കേരളോൽപ്പത്തി കഥ. പോർച്ചുഗീസ് അതുപോലെ തന്നെ ഡച്ച് രേഖകൾ ഇതേപോലെ കോഴിക്കോട് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു വ്യാപാര കേന്ദ്രമാണ്, വാണിജ്യ കേന്ദ്രമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യകാലത്തെ സമുദ്ര വ്യാപാരത്തെക്കുറിച്ച്
നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള അല്ലെങ്കിൽ ഈ കോഴിക്കോടിൻ്റെ വ്യാപാരം എന്ന് പറയുന്നത് സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിൻ്റെ അഭിവൃദ്ധി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തദ്ദേശീയമായ സാഹിത്യ കൃതികളുമുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു സൂചന ഇത് ഈ തരത്തിലുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിലുള്ള സാഹിത്യകൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. അതിൽ കോഴിക്കോടിനെ തിരക്ക് പിടിച്ചൊരു വാണിജ്യ കേന്ദ്രമായിട്ടാണ് പരാമർശിക്കുന്നത്. ഒരു നഗരം എന്ന നിലയിൽ കോഴിക്കോട് കൊല്ലവുമായി കിടപിടിക്കുന്നു എന്നാണ് ആ പരാമർശം. അതുപോലെ തന്നെ ഉദ്ദണ്ഡശാസ്ത്രിയുടെ ഒരു സംസ്കൃത കാവ്യമാണ് കോകില സന്ദേശം. ഈ കോകില സന്ദേശത്തിൽ കോഴിക്കോടിൻ്റെ സമ്പദ് സമൃദ്ധിക്കുള്ള കാരണം സമുദ്ര വാണിജ്യമാണ് എന്ന് പറയുന്ന ഒരു സൂചനയുണ്ട്. അതായത് കോകില സന്ദേശത്തിൽ ആലങ്കാരികമായി പറയുന്നുണ്ട് സമുദ്ര വാണിജ്യം കൊണ്ടാണ് അല്ലെങ്കിൽ വ്യാപാരം കൊണ്ടാണ് ഈ കോഴിക്കോട് അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് എത്തിയത് എന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. ആ ശ്ലോകം ഇതാണ്, അതിൻ്റെ അർത്ഥം ഇതാണ്: തൻ്റെ മകളായ ലക്ഷ്മി ദേവി അഥവാ സമ്പത്തിൻ്റെ ദേവത കോഴിക്കോടെന്ന നഗരത്തിലാണെന്ന് സമുദ്രത്തിനറിയാം. അതിനാൽ സമുദ്രം തിരമാലകൾ കൊണ്ട് ആ നഗരത്തെ പുണരുന്നു. അനേകം ദ്വീപുകളിൽ നിന്ന് സമ്മാനമായി ലഭിച്ച രത്നങ്ങളും പേറി വരുന്ന കപ്പൽ വ്യൂഹത്തെ തിരമാല കൈകൾ താങ്ങിയെടുത്ത് ഇവിടെ എത്തിക്കുന്നു. അങ്ങനെ സമുദ്ര വ്യാപാരത്തിലൂടെ കോഴിക്കോട് സമ്പദ് സമൃദ്ധമായി എന്ന ഒരു സൂചന നമുക്ക് ഈ കോകില സന്ദേശത്തിലെ ശ്ലോകത്തിൽ കാണാൻ പറ്റും. അതേപോലെ മറ്റൊരു കാവ്യമാണ് ചിദംബര കവിയുടെ ലക്ഷ്മി മാനവേദം എന്ന് പറയുന്ന കൃതി. കോഴിക്കോടുള്ള സാമൂതിരിയുടെ കീഴിലുള്ള ഒരു കവിയാണ് ചിദംബര കവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ രാജ്യദേവതയായിട്ടുള്ള രാജ്യലക്ഷ്മിയുമായി മാനവേദ സാമൂതിരിയുടെ വിവാഹം നടത്തുന്ന പുരോഹിതൻ പരശുരാമനാണ്. സമുദ്ര രാജാവിൻ്റെ മകളാണ് ഈ രാജ്യലക്ഷ്മി. രാജ്യ സമ്പന്നതയുടെ പതിയായിട്ട് സാമൂതിരി മാറുന്ന ഒരു വിവരണമാണ് ഈ കൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സമ്പത്ത് തന്നെ സമുദ്രത്തിൽ നിന്നുണ്ടാകുന്നു എന്ന ഒരു സൂചന കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രസക്തി നമുക്ക് കാണാൻ പറ്റും. വ്യാപാരമാണ് കോഴിക്കോടിൻ്റെ സമ്പന്നതയ്ക്ക് കാരണം എന്നാണ് ഈ കൃതിയും പറയാൻ ശ്രമിക്കുന്നത്. കോഴിക്കോട് എന്ന കച്ചവട നഗരത്തിൽ എല്ലാത്തരം സാധനങ്ങളും കിട്ടും എന്ന് സൂചിപ്പിക്കുന്ന ഒരു നാടൻ പാട്ടുമുണ്ട്. ഇതിങ്ങനെ സംസ്കൃത കാവ്യങ്ങളിൽ മാത്രമായിട്ട് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യകൃതികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നാടൻ പാട്ടിൽ ഇതേപോലെ കോഴിക്കോട് എന്ന് പറയുന്നത് വലിയൊരു അങ്ങാടിയാണ്. ഈ അങ്ങാടിയിൽ എല്ലാത്തരം സാധനങ്ങളും കിട്ടും എന്ന സൂചനയുള്ള ഒരു പാട്ടുണ്ട്. ഇട്ടിത്തുപ്പനും ഇട്ടിത്തേയും മാമാങ്കം കാണാൻ പോകുന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ പാട്ട്. ഇട്ടിത്തുപ്പൻ ഇട്ടിത്തേയ്ക്ക് ചേലയും മാലയും പല്ലക്കും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അതായത് കോഴിക്കോട്ട് അങ്ങാടിയിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, ആകെ വേണ്ടത് പണമാണ്, പണവും എടുത്തിട്ട് മടിശീലയിൽ പണം ഇട്ടിട്ട് കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് ഈ നാടൻ പാട്ടിൽ പറയുന്നത്. വളരെ തമാശയിൽ അവസാനിക്കുന്ന ഒരു പാട്ടാണ്. പല്ലക്കിൻ്റെ നടുവൊടിഞ്ഞിട്ട് ഇട്ടിത്തേയമ്മയുടെ നടുവൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന ഒരു പാട്ടാണിത്. തമാശ മട്ടിൽ അവസാനിക്കുന്നു. പക്ഷേ നാടൻ മനസ്സിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ എല്ലാത്തരം സാധനങ്ങളും കിട്ടും എന്ന ഒരു തോന്നൽ ഉണ്ട് എന്ന് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ടായിട്ട് നമുക്ക് ഇട്ടിത്തുപ്പൻ്റെയും ഇട്ടിത്തേയിയുടെയും പാട്ടിനെ കണക്കാക്കാം. അതുപോലെ മധ്യകാലത്ത് കോഴിക്കോട് വലിയങ്ങാടിയും പട്ടുതെരുവെന്ന് പറയുന്ന ചൈന തെരുവും ഇടങ്കൈച്ചെട്ടിത്തെരുവും ചാലിയത്തെരുവും ഗുജറാത്തികളുടെ മീഠാ തെരുവും അതുപോലെ പുതിയ തെരുവ്, മാനവിക്രമൻ തെരുവ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം തെരുവുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പല രേഖകളിലായിട്ട് ഇത്തരം തെരുവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ മലബാർ സന്ദർശിച്ചിട്ടുള്ള ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ചാൾസ് ഡില്ലൻ്റെ വിവരണത്തിൽ തന്നെ പറയുന്നുണ്ട് കോഴിക്കോട് വളരെ നല്ല ഒരു വാണിജ്യ നഗരമാണ് എന്നും അതിൽ 4-5 തെരുവുകളുണ്ട് എന്നുമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മുക്കുവരും തീയരും താമസിക്കുന്ന നഗരപ്രാന്തങ്ങൾ കൂടി ചേർന്നാൽ കോഴിക്കോട് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നഗരമാണ് എന്നുകൂടി അദ്ദേഹം എഴുതുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അതുപോലെ 1679 സാമൂതിരി കോഴിക്കോട്ടേക്ക് എഴുന്നള്ളുമ്പോൾ കച്ചവടക്കാർ സാമൂതിരിക്ക് കാഴ്ച നൽകിയതായിട്ട് പറയുന്നൊരു താളിയോല രേഖ ഈ സാമൂതിരിമാരുടെ രേഖാസഞ്ചയമായിട്ടുള്ള കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ കാണാനുണ്ട്. അതിൽ മുസ്ലിങ്ങളും ചെട്ടികളും ഇംഗ്ലീഷുകാരും ഒക്കെ വിലപിടിച്ച വസ്ത്രങ്ങളും പണവും സാമൂതിരിക്ക് നൽകുന്നതായിട്ടാണ് ഈ രേഖയിൽ പറയുന്നത്. ഇനി സാമൂതിരിക്ക് കച്ചവടക്കാർ കാഴ്ച കൊടുക്കുക മാത്രമല്ല, സാമൂതിരി തിരിച്ച് കച്ചവടക്കാരെ ഇതുപോലെ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് 1677 ഒരു രേഖയിൽ, ഇതേ കോഴിക്കോടൻ ഗ്രന്ഥവരി രേഖയിൽ കായംകുളത്ത് ബാവൻ പട്ടർക്ക് സാമൂതിരി സ്വർണ്ണ വളയാണ് കൊടുക്കുന്നത്. തിരുവളത്തണ്ട് എന്നാണ് അതിൻ്റെ ഭാഷ. സ്വർണ്ണ വളയാണ് കൊടുക്കുന്നത്. ഈ ബാവൻ പട്ടർ എന്ന് പറയുന്നത് മധ്യകാല ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ വർത്തകനാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഉറ്റ ബന്ധമുണ്ടായിരുന്ന ഒരു ട്രേഡറാണ് ഈ ബാവൻ പട്ടർ എന്ന് പറയുന്നത്. സാമൂതിരി ബാവൻ പട്ടർക്ക് പൊന്നാനി തൃക്കാവിൽ കോവിലകത്ത് വെച്ചിട്ടാണ് ഈ വള നൽകുന്നത്. ബാവൻ പട്ടരെക്കുറിച്ച്
പിന്നീട് കൊച്ചി രാജാവ് ഒരു പരാതി ബറ്റാവിയയിലെ ഡച്ച് ഗവർണർക്ക് 1693 അയക്കുന്നുണ്ട്. ഈ ബാവൻ പട്ടർ ഇങ്ങനെ കോഴിക്കോടായിട്ട് വാണിജ്യം നടത്തുന്നതിൽ പരാതിപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ബാവൻ പട്ടർ കോഴിക്കോടിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നും അവരോട് വ്യാപാരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു പരാതിപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം കത്തയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചേര രാജ്യത്ത് ഉൾപ്പെട്ടിരുന്ന കരയാൽ ചുറ്റപ്പെട്ട ഏറനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം പിൽക്കാലത്ത് നെടിയിരിപ്പ് സ്വരൂപത്തിന് കീഴിൽ കോഴിക്കോടെന്ന രാജ്യമായി വളർന്നു എന്നാണ് നമുക്കിതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേരമാൻ പെരുമാളിൽ നിന്ന് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ കടലോര പ്രദേശമായിട്ടുള്ള കോഴിക്കോട് ഏറനാടിന് കടലിലേക്കും അതുപോലെ തന്നെ വിദേശ വ്യാപാരത്തിലേക്കും ഒരു പാത തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോഴിക്കോട് എന്ന് പറയുന്ന കച്ചവട നഗരത്തിന് ആ വികാസത്തിൽ, ഈ കോഴിക്കോടിൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഒരു പ്രകൃതിദത്ത തുറമുഖം ഇവിടെ ഇല്ല, കോഴിക്കോട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അതിൻ്റെ വളർച്ച വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. മധ്യകാല കോഴിക്കോട് എന്ന കച്ചവട നഗരം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എഴുത്തുകാരനും കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ വി ഹരിദാസ്. ഒരു ദേശത്തിൻ്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.